വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളിച്ചെയ്തു: ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയിർപ്പിക്കപ്പെടും. അപ്പോൾ സെബദിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു: നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു: നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി: നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. വചന വിചിന്തനം. യേശുക്രിസ്തു തൻ്റെ വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മഹത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വചനഭാഗമാണിത്. യേശു തൻ്റെ ശിഷ്യന്മാരെ മാറ്റി നിർത്തി കഷ്ടപ്പാടും തിരസ്കരണവും ആത്യന്തികമായി മരണവും നേരിടാൻ താൻ ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്യുന്ന അപാരമായ ത്യാഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുതിയ തിരിച്ചറിവുകളോടെ വേണം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടത് എന്ന വെല്ലുവിളി നൽകുന്ന വചനമാണിത്. അധികാരത്തെയും അധികാരത്തെക്കുറിച്ചുള്ള ലൗകിക സങ്കല്പങ്ങളെയും യേശു തൻ്റെ രാജ്യത്തിൻ്റെ സവിശേഷതയായ വിനയവും ദാസത്വവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. നിസ്വാർത്ഥമായ സേവനത്തിന് പകരം അംഗീകാരവും പദവിയും നേടാനുള്ള നമ്മുടെ പ്രവണതയെ യേശു തുറന്നു കാട്ടുന്നു. താൻ ഒരു ദാസനായിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ മഹത്വം ലഭിക്കുന്നതെന്ന് യേശു പഠിപ്പിക്കുന്നു. നേതൃത്വം എന്നത് ത്യാഗപൂർണമായ സ്നേഹവും നിസ്വാർത്ഥ സേവനവുമാണ് എന്നാണ് വചനം വരച്ചു കാട്ടുന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും വന്നിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളും അന്തരങ്ങളും പരിശോധിക്കാം. ത്യാഗപൂർണമായ സ്നേഹവും ദാസ്യഹൃദയമുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാർത്ഥഭാവങ്ങൾ വെടിഞ്ഞ് നമുക്ക് വേണ്ടി എല്ലാം നൽകിയവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരാം.